ക്രിസ്ത്യൻ വിശ്വാസത്തിൽ ഒഴിച്ചുകൂടാനാവാത്ത ഒന്നാണ് തിരുസ്വരൂപങ്ങൾ. നമ്മുടെ സുഖങ്ങളും ദുഃഖങ്ങളുമൊക്കെ യേശുവിൻ്റെയോ കന്യാമറിയത്തിൻ്റെയോ ഒക്കെ തിരുസ്വരൂപങ്ങൾക്ക് മുന്നിൽ വന്നുകൊണ്ട് പങ്കുവെക്കുമ്പോൾ അതിൽ ആശ്വാസവും സന്തോഷവും ഒക്കെ കണ്ടെത്തുന്നവരാണ് നമ്മളിൽ പലരും. എന്നാൽ ഈ തിരുസ്വരൂപങ്ങൾക്ക് നമ്മൾ പ്രഥമ ദൃഷ്ട്യാ കാണുന്നതിലും അപ്പുറം മറ്റെന്തൊക്കെയോ നമ്മളോട് പറയാനുണ്ട്. ഇത്തരത്തിൽ ക്രിസ്തീയ വിശ്വാസവുമായി ബന്ധപ്പെട്ട ഒട്ടനവധി രംഗങ്ങൾ ഉൾക്കൊള്ളുന്ന ചിത്രങ്ങളുള്ള ഒരു ദേവാലയത്തിന് മുന്നിലാണ് ഞാനിപ്പോൾ നിൽക്കുന്നത്. കുടമാളൂർ ദേവാലയം. ഒത്തിരിയേറെ പരമയും പാരമ്പര്യവുമൊക്കെ ഉറങ്ങിക്കിടക്കുന്ന കേരളത്തിലെ വളരെ പ്രശസ്തമായ ഒരു തീർത്ഥാടന കേന്ദ്രമായ കുടമാളൂർ പള്ളിയുടെ അൾത്താരയ്ക്ക് മുമ്പിലാണ് ഞാനിപ്പോൾ നിൽക്കുന്നത്. ഈ പള്ളിയിലേക്ക് കടന്നു വരുമ്പോൾ തന്നെ നമ്മൾ ആദ്യം ശ്രദ്ധിക്കുക ഈ അൾത്താരയുടെ നടുവിലായി കാണപ്പെടുന്ന പരിശുദ്ധ കന്യാമറിയത്തിൻ്റെയും ഉണ്ണീശോയുടെയും ആ ഒരു ചിത്രമാണ്. ആ ചിത്രത്തിലേക്ക് നമ്മൾ ശ്രദ്ധിക്കുമ്പോൾ പതിവായി കാണുന്നതിലും വിപരീതമായ എന്തൊക്കെയോ സൂചനകൾ അതിലുള്ളതായി കാണാം. അപ്പോൾ ഇവിടുത്തെ പ്രത്യേകത ഈ അമ്മയുടെ സാന്നിധ്യമാണ്. മാതാവിൻ്റെ സാന്നിധ്യം, മുത്തിയമ്മയുടെ സാന്നിധ്യം, വൈകാരികമായൊരു ബന്ധമാണ്. ആ മുത്തിയമ്മയുടെ പ്രത്യേകമായ ഒരു ചിത്രമാണ് നിങ്ങൾ മധുബഹായി കാണുക. അത് മാതാവിൻ്റെ മറ്റ് ചിത്രങ്ങളൊക്കെ വ്യത്യസ്തമായൊരു ചിത്രമാണ്. ആ പെയിൻറ്റിങ്ങിന് അത്യപൂർവമായൊരു പെയിൻറ്റിങ്. അപ്പോൾ ആ ചിത്രകാരൻ്റെ ഭാവനയിൽ സമീപത്ത് വയ്ക്കുന്ന രണ്ടുപേര് ആനാക്രോണിക്കാണ് എന്ന് പറഞ്ഞാൽ അതിനോട് പ്രായത്തിനോടോ കാലത്തിനോടോ ചേർന്ന് പോകുന്ന അല്ലെങ്കിലും അതിൻ്റെ മെസ്സേജ് വളരെ പ്രധാനപ്പെട്ടതാണ്. കാരണം ഒരു വശം നിൽക്കുന്ന പത്രോസ്ലിഹയാണ്. കാരണം അത് കാണിക്കുന്ന അതിൻ്റെ അടയാളം കയ്യിൽ താക്കോലുണ്ട് എന്നുള്ളതാണ്. അതാണ് പത്രോസിനെ ഐഡൻറ്റിഫൈ ചെയ്യുന്ന സംഗതി. അതായത് അതുകൊണ്ട് ആനാക്രോണിക്കാണെന്ന് പറയാൻ കാരണം ഈ കൊച്ചിന് ഇത്രയും പ്രായമുള്ളപ്പോൾ പത്രോസ് തന്നെ ഒന്നും രംഗത്ത് വന്നിട്ടില്ലല്ലോ, സ്വാഭാവികം അറിയാം. ഇപ്പോഴത്തെ സൈഡിൽ നിൽക്കുന്ന പൗലോസ്ലിഹയാണ്. അദ്ദേഹത്തിൻ്റെ സൈൻ വാളാണ്, ദൈവവചനമാകുന്ന വാളാണ്, ഇരുമുന വാളാണ്. അപ്പം അദ്ദേഹത്തിൻ്റെ കയ്യിൽ വാളുണ്ടെന്ന് കണ്ടാൽ എൻ്റെ അർത്ഥം സെയിൻ പോളാണ്. അപ്പോൾ ഈ രണ്ടു പേര് അപ്പുറേ ഇപ്പുറേ നിൽക്കുന്നതിലൂടെ ഒരു മെസ്സേജിൻ്റെ പൂർണ്ണതയാണ് വരുന്നത്. കർത്താവായ ഈശോ വഴിയായി ദൈവപിതാവ് തൻ്റെ പുത്രനെ ഭൂമിയിലേക്ക് അയച്ച് ആ പുത്രൻ്റെ പീഡാനുഭവം പറഞ്ഞ രഹസ്യങ്ങളിലൂടെ മനുഷ്യരക്ഷ സ്വാധിച്ച് ലോകജനതയ്ക്കായിട്ട്, ക്രൈസ്തവർക്ക് വേണ്ടി മാത്രമൊന്നുമല്ല, എല്ലാ ജനതകൾക്കും വേണ്ടി അബ്രഹാമിനോട് പറഞ്ഞ പോലെ നിന്നിലൂടെ എല്ലാ ജനങ്ങളും അനുഗ്രഹിക്കപ്പെടുമെന്ന് പറഞ്ഞതുപോലെ ഈ എല്ലാ ജനതകൾക്കും വേണ്ടിയുള്ള രക്ഷ സാധ്യതമായി എന്ന സത്യം പ്രഘോഷിക്കാൻ അമ്മ ഇവിടെ ഇരിക്കുന്നു. അമ്മയാണ് ഏറ്റവും വലിയ പ്രഘോഷക. അത് പ്രഘോഷിക്കുന്ന വിധമാണ്, ഇതാ എൻ്റെ കൊച്ച് കൊണ്ടുപോയിക്കോളൂ, അത് നിൻ്റെ രക്ഷകനാണ്, നിൻ്റെ കുടുംബത്തിൻ്റെ രക്ഷയാണ്, നിൻ്റെ വഴിയും സത്യവും ജീവനുമാണ്. അത് ഉണ്ണിയായിരിക്കുമ്പോൾ തന്നെ അങ്ങനെ പ്രകടമാക്കുന്ന മനോഹരമായ ഒരു ചിത്രമാണെന്ന് അവിടെ കാണാൻ കഴിയുക. പരിശുദ്ധ കന്യാമാതാവിൻ്റെയും ഉണ്ണീശോയുടെയും ഒരു പ്രതീകാത്മക ചിത്രമാണ് ഇവിടെ നമ്മൾ കാണുന്നത്. അതായത് കൂടുതൽ റിയലിസ്റ്റിക് അല്ലാത്ത എന്നാൽ എന്തൊക്കെയോ പ്രതീകങ്ങൾ ഒളിഞ്ഞു കിടക്കുന്ന ഒരു ചിത്രം. ഈ ചിത്രത്തിലേക്ക് നമ്മൾ നോക്കുമ്പോൾ പരിശുദ്ധ കന്യാമാതാവ് ഒരു മാർബിൾ സിംഹാസനത്തിൽ ഇരിക്കുന്നത് പോലെ തോന്നും. മാതാവിൻ്റെ കൈകളിൽ ഉണ്ണീശോയെ ചേർത്ത് പിടിച്ചിരിക്കുന്നതായി കാണാം. ഇതിൽ മാതാവിൻ്റെ വസ്ത്രം ഏറെ ശ്രദ്ധേയമാണ്. മാതാവിന് എപ്പോഴും നമ്മൾ കാണുന്നത് പോലെ തന്നെ ചുമന്ന വസ്ത്രവും അതിനു മുകളിൽ നീല മേലങ്കിയുമാണ് നൽകിയിരിക്കുന്നത്. പഴയകാല ചിത്രരചനാ ശൈലിയിൽ ചുമല വസ്ത്രം അഥവാ ചുവപ്പ് നിറം ഒരു രാജ്ഞിയെയാണ് സൂചിപ്പിക്കുന്നത്. അതുപോലെ തന്നെ മാതാവിൻ്റെ ആ നീല മേലങ്കി സ്വർഗത്തിൻ്റെ സൂചനയാണ്. ഇതിൽ മറ്റൊരു ശ്രദ്ധേയമായ ഘടകമെന്ന് പറയുന്നത് മാതാവിൻ്റെ തലയ്ക്ക് മുകളിലായി കാണുന്ന നക്ഷത്രങ്ങളാണ്.
12 നക്ഷത്ര മുടിയുള്ളൊരമ്മ എന്ന് മാതാവിനെ വിശേഷിപ്പിക്കുന്നതായി പലയിടത്തും നമുക്ക് കാണാൻ സാധിക്കും. ഈ ആശയമാണ് ചിത്രകാരൻ ഇവിടെ പങ്കുവെക്കുന്നത്. ഈ ചിത്രത്തിന്റെ ആദ്യകാല രൂപങ്ങളിൽ നമ്മുടെ പൗലോസ്ലീഹയുടെ കൈകളിലായി ഒരു പ്രത്യേകതരം പൂവ് കാണാൻ സാധിക്കും. ഈ പൂവിനെ കാർണേഷൻ എന്നാണ് പറയുന്നത്. ഈ പൂവിന് മറ്റൊരു പേരുണ്ട്, നെയിൽ ഫ്ലവേഴ്സ്. അതായത് യേശുവിൻ്റെ കൈകളിൽ തറച്ച ആണിക്ക് സമാനമായ ഗ്രാമ്പൂവിൻ്റെ മണമുള്ള പൂക്കളാണ് ഈ കാർണേഷൻ പൂക്കൾ. അതുകൊണ്ട് തന്നെ ഇത് ഏന്തി നിൽക്കുന്ന പൗലോസ്ലീഹയെ കാണിക്കുന്നതിലൂടെ ഈശോയുടെ വരാനിരിക്കുന്ന പീഡാനുഭവ കുരിശുമരണങ്ങളെയാണ് ചിത്രകാരൻ നമുക്ക് മുമ്പിൽ കാണിക്കുന്നത്. മഡോണ ആൻഡ് ചൈൽഡ് വിത്ത് സെന്റ് പീറ്റർ ആൻഡ് സെന്റ് പോൾ എന്ന പേരിൽ ഈ ചിത്രത്തിന്റെ ഒത്തിരിയേറെ വ്യത്യസ്ത ഭാവങ്ങൾ നമുക്ക് കാണാൻ സാധിക്കും. അതിൽ ഒന്ന് മാത്രമാണ് നമ്മളിപ്പോൾ ഈ ദേവാലയത്തിന്റെ അൾത്താരയിൽ കാണുന്നത്. മാതാവ് ഉപവിഷ്ടയായിരിക്കുന്ന സിംഹാസനം, മാതാവിൻ്റെയും ഉണ്ണീശോയുടെയും തലയിൽ കാണപ്പെടുന്ന കിരീടം, മാതാവിൻ്റെ തലയ്ക്ക് മുകളിലായി കാണുന്ന നക്ഷത്രവ്യൂഹം, മാതാവ് അണിഞ്ഞിരിക്കുന്ന ചുമല വസ്ത്രം, ഇവരുടെ ഇരുവശങ്ങളിലായി കാണപ്പെടുന്ന വിശുദ്ധ പത്രോസ് പൗലോസ് ലീഹന്മാർ, ഇവരെല്ലാം വിളിച്ചോതുന്നത് പരിശുദ്ധ കന്യാമാതാവ് നമ്മുടെ മാത്രമല്ല സ്വർലോകരാജ്ഞിയാണ് എന്ന മഹത്തായ ഒരു സന്ദേശമാണ്. നമ്മളിപ്പോൾ പരിചയപ്പെട്ടതുപോലെ നമ്മുടെ വീടുകളിലും ദേവാലയങ്ങളിലും ഒക്കെ കാണപ്പെടുന്ന പരിശുദ്ധ കന്യാമാതാവിൻ്റെ ഒട്ടനവധി ചിത്രങ്ങളുണ്ട്. അതിൽ വളരെ പ്രശസ്തമായ ഒരു ചിത്രമാണ് അടുത്തതായി നമ്മൾ പരിചയപ്പെടുന്നത്. 1495 നിർമ്മിക്കപ്പെട്ടത് എന്ന് കരുതപ്പെടുന്ന ദ ലേഡി ഓഫ് പെർപെച്വൽ ഹെൽപ്പ് അഥവാ നിത്യസഹായ മാതാവ് എന്ന ചിത്രം. ആദ്യ കാഴ്ചയിൽ തന്നെ നമ്മൾ ശ്രദ്ധിക്കുക പരിശുദ്ധ കന്യാമാതാവിനെയും മാതാവിൻ്റെ കൈകളിലിരിക്കുന്ന ബാലനായ യേശുവിനെയുമായിരിക്കും. എന്നാൽ കുറച്ചുകൂടി ശ്രദ്ധിച്ചു നോക്കുമ്പോൾ മാതാവിൻ്റെയും ഉണ്ണീശോയുടെയും ഇരുവശങ്ങളിലായി നമുക്ക് 2 ദൂതന്മാരെ കാണാം. ചിത്രത്തിൻ്റെ ഇടതുവശത്ത് മുകൾ ഭാഗത്തായി കാണപ്പെടുന്നത് മുഖ്യദൂതനായ മിഖായേലാണ്. വലതുവശത്തായി കാണപ്പെടുന്നത് മുഖ്യദൂതനായ ഗബ്രിയേലും. ഈ ദൂതന്മാരുടെ കൈകളിലേക്ക് ഒന്ന് ശ്രദ്ധിച്ചു നോക്കിയാൽ അവർ എന്തൊക്കെയോ ഉപകരണങ്ങൾ പിടിച്ചിരിക്കുന്നതായി കാണാൻ സാധിക്കും. മിഖായേൽ മാലാഖയുടെ കൈകളിലേക്ക് നമ്മൾ നോക്കുമ്പോൾ നമുക്ക് ഒരു കുന്തവും അതോടൊപ്പം തന്നെ കയ്പുനീരിൽ നനച്ച ഒരു തുണിയും കാണാൻ സാധിക്കും. അതേപോലെ തന്നെ ഗബ്രിയേൽ ദൂതന്റെ കൈകളിലേക്ക് നോക്കുമ്പോൾ നമ്മൾ പതിവായി കാണുന്ന കുരിശുരൂപത്തിൽ നിന്നും വ്യത്യസ്തമായി പാത്രിയാർക്കൽ ക്രോസ് എന്നറിയപ്പെടുന്ന 3 ബാറുകളുള്ള ഒരു കുരിശുരൂപം കാണാൻ സാധിക്കും. അതോടൊപ്പം തന്നെ യേശുവിൻ്റെ കൈകളിൽ തറയ്ക്കപ്പെട്ട മുള്ളാണികളും ദൂതൻ പിടിച്ചിരിക്കുന്നതായി കാണാം. ഇവർ 2 പേരുടെയും കൈകളിൽ കാണപ്പെടുന്ന ഉപകരണങ്ങൾ യേശുവിൻ്റെ പീഡാനുഭവ കുരിശുമരണത്തെയാണ് സൂചിപ്പിക്കുന്നത്. അതുകൊണ്ട് തന്നെ ദൂതന്മാരെ കണ്ട് വളരെയേറെ ഭയന്നിരിക്കുന്ന ഈശോയാണ് നമുക്ക് ചിത്രത്തിൽ കാണാൻ സാധിക്കുന്നത്. ഈ ഒരു ഭയത്തിന്റെ സൂചകമായിട്ടാണ് യേശു വളരെയേറെ പരിഭ്രാന്തനായിരിക്കുന്നത് കൊണ്ട് തന്നെ ഉണ്ണിയേശുവിൻ്റെ കാലിൽ നിന്നും ചെരുപ്പ് ഊരിപ്പോകുന്നതായി ചിത്രത്തിൽ നമുക്ക് കാണാൻ സാധിക്കും. ഈ പേടി കൊണ്ട് തൻ്റെ അമ്മയായ മാതാവിൻ്റെ മാറോട് ചേർന്നിരിക്കുന്ന യേശുവിനെയാണ് നമുക്കിവിടെ കാണുന്നത്. ഈ ചിത്രത്തിൽ ഈശോയുടെയും മാതാവിൻ്റെയും ദൂതന്മാരുടെയും രൂപങ്ങളോടൊപ്പം നമുക്ക് കാണാൻ സാധിക്കുന്ന മറ്റൊന്നാണ് അവരുടെ തലയുടെ മുകളിലായി കാണപ്പെടുന്ന ഗ്രീക്ക് അക്ഷരങ്ങൾ. ഈ ഗ്രീക്ക് അക്ഷരങ്ങൾ അവരുടെ പേരുകൾ സൂചിപ്പിക്കുന്നു. ഈ ചിത്രത്തിന് നൽകിയിരിക്കുന്ന സ്വർണ്ണ ബാക്ക്ഗ്രൗണ്ട് ബൈസന്റൈൻ ചിത്രകലാ ശൈലിയിൽ സ്വർഗത്തെ അല്ലെങ്കിൽ ദൈവികതയെ സൂചിപ്പിക്കുന്നതാണ്. 15-ാം നൂറ്റാണ്ടിൽ നിലനിന്നിരുന്ന ബൈസന്റൈൻ ചിത്രകലാ ശൈലിയിലാണ് ഈ ചിത്രം നിർമ്മിച്ചിരിക്കുന്നത്. അതായത് നമ്മൾ പതിവായി കാണുന്ന വളരെ റിയലിസ്റ്റിക് ആയിട്ടുള്ള ഒരു മുഖമല്ല ഇവിടെ മാതാവിനും ഉണ്ണീശോയ്ക്കും ഒക്കെ ഉള്ളത്. ഒരു പ്രതീകാത്മകമായ ചിത്രമാണിത്, അഥവാ സിംബോളിക് ആയിട്ടുള്ള ഒരു ചിത്രം. അതുകൊണ്ട് തന്നെ മാതാവിൻ്റെ മുഖം ദീർഘവൃത്താകൃതിയിലുള്ളതും നേർത്ത മൂക്കും ചെറിയ ചുണ്ടുകളോടും കൂടിയതാണ്. മാതാവിൻ്റെ രൂപവും ഈശോയുടെ രൂപവും താരതമ്യം ചെയ്യുമ്പോൾ മാതാവിൻ്റെ രൂപത്തിന് വളരെയേറെ വലിപ്പമുള്ളതായി കാണാം.
ഇത് മാതാവിന്റെ മഹത്വത്തെയാണ് സൂചിപ്പിക്കുന്നത്. മാതാവിന്റെ വസ്ത്രത്തിന് നൽകിയിരിക്കുന്നത് ചുവപ്പ് നിറമാണ്. ബൈസന്റൈൻ ചിത്രരചനാ ശൈലിയിൽ ഈ ചുവപ്പ് നിറം ഒരു രാജ്ഞിയെയാണ് സൂചിപ്പിക്കുന്നത്. അതുപോലെ തന്നെ മാതാവിന്റെ മേലങ്കിക്ക് ഒരു നീല നിറം നൽകിയിരിക്കുന്നു. ഈ നീല നിറം സ്വർഗത്തെയും സൂചിപ്പിക്കുന്നു. മാതാവിന്റെ വസ്ത്രത്തിന്റെ മറ്റൊരു പ്രത്യേകത എന്ന് പറയുന്നത് മാതാവിന്റെ മൂടുപടത്തിൽ കാണപ്പെടുന്ന നക്ഷത്രങ്ങളാണ്. പരിശുദ്ധ കന്യാമാതാവിന്റെ പരിശുദ്ധിയാണ് ഇതിലൂടെ ചിത്രകാരൻ കാണിച്ചു തരുന്നത്. അതോടൊപ്പം മാതാവിന്റെ നെറ്റിഭാഗത്തായി കാണപ്പെടുന്ന നക്ഷത്രം മാതാവിനെ ദ മോർണിംഗ് സ്റ്റാർ എന്ന വിശേഷണത്തെ സൂചിപ്പിക്കുന്നു. അതായത് കടൽ യാത്രക്കാരുടെ മധ്യസ്ഥയായി അല്ലെങ്കിൽ സംരക്ഷകയായി മാതാവിനെ കണക്കാക്കാറുണ്ട്. ഈ ചിത്രത്തിന്റെ മറ്റൊരു പ്രത്യേകത എന്ന് പറയുന്നത് മുഖ്യദൂതന്മാരുടെ കൈകൾ ഒരു വസ്ത്രം കൊണ്ട് മറച്ചു വച്ചിരിക്കുന്നതായി കാണാൻ സാധിക്കും. ഇത് വിശുദ്ധ കുർബാനയുടെ ആശീർവാദ സമയത്ത് വൈദികർ തങ്ങളുടെ കൈകൾ മറച്ചു വയ്ക്കുന്നതിനോട് സാദൃശ്യപ്പെടുത്തിയിരിക്കുന്നു. ഇത് സൂചിപ്പിക്കുന്നത് ദൂതന്മാർ കൈകളിൽ ഏന്തിയിരിക്കുന്ന പീഡാനുഭവ കുരിശുമരണ ഉപകരണങ്ങൾ വളരെ വിശുദ്ധമായവയാണ് എന്നതാണ്. വിശുദ്ധ ലൂക്കാ സുവിശേഷകൻ തന്നെയാണ് ഈ ചിത്രം വരച്ചിരിക്കുന്നത് എന്ന് കരുതപ്പെടുന്നു. ഈ ചിത്രത്തിന്റെ ആദ്യ രൂപം ക്രേറ്റൻ എന്ന് പറയുന്ന ഒരു ഗ്രീക്ക് ഐലൻഡിലെ മൊണാസ്ട്രിയിലാണ് കാണപ്പെട്ടത്. അവിടെ നിന്ന് ഒരു വൈൻ വ്യാപാരി ഇത് മോഷ്ടിക്കുകയും തുടർന്ന് ഇത് തൻ്റെ വീട്ടിൽ സൂക്ഷിക്കുകയും ചെയ്തു. പിന്നീട് അദ്ദേഹത്തിൻ്റെ 6 വയസ്സുള്ള മകൾക്ക് മാതാവ് പ്രത്യക്ഷപ്പെടുകയും ഈ രൂപം സെന്റ് മാത്യൂസിന്റെ ദേവാലയത്തിൽ കൊണ്ടുവയ്ക്കണമെന്ന് ആവശ്യപ്പെടുകയും ചെയ്തു. അതേ തുടർന്ന് ഇത് സെന്റ് മാത്യൂസ് ചർച്ചിൽ ഏകദേശം 300 കൊല്ലത്തോളം സൂക്ഷിച്ചു. പിയൂസ് 9 മാർപ്പാപ്പ ഈ ചിത്രം റിഡംറ്ററിസ്റ്റ് കോൺഗ്രിഗേഷന് നൽകി. അങ്ങനെയാണ് ഈ ചിത്രം ഇന്ന് സ്ഥിതി ചെയ്യുന്ന റോമിലെ സെന്റ് അൽഫോൺസസ് ദേവാലയത്തിൽ സ്ഥാപിക്കപ്പെട്ടത്. ഈ ചിത്രത്തിൽ നിന്നും പ്രചോദനം ഉൾക്കൊണ്ട് അവർ ലേഡി ഓഫ് പെർപെച്വൽ ഹെൽപ്പ് അഥവാ നിത്യസഹായ മാതാവ് എന്ന പേരിൽ ഒട്ടനവധി ചിത്രങ്ങൾ പിൽക്കാലത്ത് നിർമ്മിക്കപ്പെടുകയുണ്ടായി. ഈശോയുടെ തിരുഹൃദയം നമുക്കെല്ലാവർക്കും പരിചിതമാണ്. ഇതിനോട് സമാനമായിട്ടുള്ള ഒരു ചിത്രമാണ് ദ ഇമാക്കുലേറ്റഡ് ഹാർട്ട് ഓഫ് മേരി അഥവാ മാതാവിൻ്റെ നിർമ്മല ഹൃദയം. മാതാവിൻ്റെ നിർമ്മല ഹൃദയം വണങ്ങുന്നത് പ്രചാരം നേടിയത് 17-ാം നൂറ്റാണ്ടിലാണ്. ഇതിന് പ്രധാന പങ്ക് വഹിച്ചത് സെന്റ് ജോൺ ഊദ് എന്ന വൈദികനാണ്. ഈശോയുടെ തിരുഹൃദയത്തോടൊപ്പം മാതാവിന്റെ നിർമ്മല ഹൃദയവും വണങ്ങപ്പെടുന്നത് കൂടുതൽ പ്രചാരം നേടിയത് ഫാത്തിമയിൽ പരിശുദ്ധ കന്യാമാതാവ് ലൂസിയ എന്ന പെൺകുട്ടിക്ക് പ്രത്യക്ഷപ്പെട്ടതിന് ശേഷമാണ്. മാതാവിന്റെ വിമല ഹൃദയത്തിന്റെ ചിത്രത്തിലേക്ക് നോക്കുമ്പോൾ നമ്മൾ ആദ്യം ശ്രദ്ധിക്കുക കത്തിജ്വലിക്കുന്ന ഒരു ഹൃദയമാണ്. മനുഷ്യവികാരങ്ങളുടെയും വിചാരങ്ങളുടെയും കേന്ദ്രസ്ഥാനം നമ്മുടെ ഹൃദയമാണ് എന്ന ചിന്തയാണ് ഇവിടെ ചിത്രകാരൻ വരച്ചു കാട്ടുന്നത്. മാതാവിന്റെ ഹൃദയം കത്തിജ്വലിക്കുന്നത് തൻ്റെ പുത്രനോടും സ്വർഗസ്ഥനായ പിതാവിനോടും നമ്മൾ ഓരോരുത്തരോടുമുള്ള മാതാവിൻ്റെ തീവ്രമായ സ്നേഹമാണ് സൂചിപ്പിക്കുന്നത്. അതുപോലെ തന്നെ മാതാവിന്റെ ഹൃദയത്തിൽ നമുക്ക് കാണാൻ സാധിക്കുന്നത് തുളച്ചിറങ്ങുന്ന ഒരു വാളാണ്. ലൂക്കാ സുവിശേഷകന്റെ 2-ാം അധ്യായം 35-ാം വാക്യത്തിൽ ശിമിയോൻ മാതാവിനോട് ഇപ്രകാരം പറയുന്നുണ്ട്: നിന്റെ ഹൃദയത്തിലൂടെ ഒരു വാൾ തുളച്ചു കയറും. ഈ തിരുവചനത്തിന്റെ സൂചകമാണ് നമ്മൾ ചിത്രത്തിൽ കാണുന്ന തുളച്ചിറങ്ങുന്ന ഈ വാൾ. അതോടൊപ്പം തന്നെ ഈ വാൾ സൂചിപ്പിക്കുന്നത് പരിശുദ്ധ കന്യാമാതാവ് അനുഭവിച്ച വേദനകളെയും യാതനകളെയും ഒക്കെ തന്നെയാണ്. പ്രധാനമായും മാതാവ് അനുഭവിച്ച 7 ദുഃഖങ്ങളാണ് ഈ വാളിലൂടെ ഇവിടെ ചിത്രീകരിക്കപ്പെടുന്നത്. ശിമിയോൻ മാതാവിനോട് പറയുന്ന ഈ വാചകം, അതോടൊപ്പം ഈശോയെ പേറിക്കൊണ്ട് ഈജിപ്തിലേക്ക് പലായനം ചെയ്യപ്പെടുന്നതിൻ്റെ ദുഃഖം, യേശുവിനെ ദേവാലയത്തിൽ വെച്ച് കാണാതാകുന്നതിൻ്റെ ദുഃഖം, യേശുവിനെ കാൽവരിയിലേക്കുള്ള യാത്രാമധ്യേ കാണുന്ന ദുഃഖം, യേശുവിനെ കുരിശിൽ തറച്ചതു മൂലമുള്ള ദുഃഖം, കുരിശിൽ നിന്നും ഇറക്കുന്നത് കാണുന്നതിലുള്ള ദുഃഖം, അതോടൊപ്പം യേശുവിനെ സംസ്കരിക്കുന്ന സമയത്ത് മാതാവിനുണ്ടാകുന്ന ദുഃഖം.
ഈ ദുഃഖങ്ങളൊക്കെയാണ് ഈ ഒരു വാളിലൂടെ ഇവിടെ നമുക്ക് സൂചിപ്പിക്കുന്നത്. അതോടൊപ്പം മാതാവിൻ്റെ ഹൃദയത്തിനു ചുറ്റും വെളുത്ത റോസാ പുഷ്പങ്ങൾ കാണാൻ സാധിക്കും. പരിശുദ്ധ കന്യാമാതാവിൻ്റെ വിശുദ്ധിയാണ് ഈ വെളുത്ത റോസാ പുഷ്പങ്ങൾ സൂചിപ്പിക്കുന്നത്. ഇത്തരത്തിൽ മാതാവിൻ്റെ നമ്മോടുള്ള തീവ്രമായ സ്നേഹം വിളിച്ചു പറയുന്ന ഈ ചിത്രം ഇന്ന് വളരെയേറെ പ്രശസ്തമാണ്. ഈശോയുടെ തിരുഹൃദയത്തോടൊപ്പം ഇന്ന് പല ദേവാലയങ്ങളിലും വീടുകളിലുമൊക്കെ തന്നെ ഈ ചിത്രം നമുക്ക് കാണാൻ സാധിക്കും. അടുത്തതായി നമ്മൾ പരിചയപ്പെടാൻ പോകുന്നത് പരിശുദ്ധ കന്യാമാതാവിൻ്റെ സ്വർഗാരോഹണത്തിനെ സൂചിപ്പിക്കുന്ന ഒരു ചിത്രമാണ്. വിഖ്യാതനായ ഇറ്റാലിയൻ ചിത്രകാരൻ ടിയോപോളോ 1696-1770 കാലഘട്ടത്തിൽ വരച്ച ഒരു ചിത്രമാണ് മാതാവിൻ്റെ സ്വർഗാരോഹണം. ഈ ചിത്രം ബറോക്ക് പെയിന്റിംഗ് ശൈലിയിലാണ് നിർമ്മിച്ചിരിക്കുന്നത്. അതായത് കാഴ്ചക്കാരന് വളരെ എളുപ്പം മനസ്സിലാകുന്ന രീതിയിലുള്ള ഒത്തിരിയേറെ ഡീറ്റെയിലിങ്ങുകൾ ഈ ചിത്രത്തിനുണ്ട്. പരിശുദ്ധ കന്യാമാതാവിൻ്റെ സ്വർഗാരോഹണം സൂചിപ്പിക്കുന്നത് കൊണ്ട് തന്നെ സ്വർഗത്തെ സൂചിപ്പിക്കുന്ന തരത്തിൽ മേഘങ്ങളും സെറാഫുകളും ഈ ചിത്രത്തിൽ നമുക്ക് കാണാൻ സാധിക്കും. സെറാഫുകളുടെ കൈകളിൽ ലില്ലിപ്പൂക്കളും റോസപുഷ്പങ്ങളും കാണാൻ സാധിക്കും. ലില്ലിപ്പൂക്കൾ പരിശുദ്ധ കന്യാമാതാവിൻ്റെ വിശുദ്ധിയെ സൂചിപ്പിക്കുമ്പോൾ റോസപുഷ്പങ്ങൾ മാതാവിന് നമ്മോടുള്ള സ്നേഹത്തെയാണ് സൂചിപ്പിക്കുന്നത്. അതുപോലെ തന്നെ മാതാവ് ഒരു സർപ്പത്തെ ചവിട്ടി നിൽക്കുന്നതായി ചിത്രത്തിൽ നമുക്ക് കാണാൻ സാധിക്കും. ഈ സർപ്പത്തിന്റെ വായിൽ ആപ്പിൾ പോലെയുള്ള ഒരു ഫലം ഇരിക്കുന്നതായും കാണാൻ സാധിക്കും. ഇത് ആദ്യ പാപത്തെ മാതാവ് അതിജീവിച്ചു എന്നതിൻ്റെ സൂചനയാണ്. അതുപോലെ തന്നെ മാതാവ് ചവിട്ടി നിൽക്കുന്നത് ഒരു വലിയ ഗോളത്തിലാണ്. ഇത് ഭൂമിയെ സൂചിപ്പിക്കുന്നു. മാതാവിൻ്റെ പാദത്തിനു കീഴിലായി ഒരു ചന്ദ്രക്കലയും നമുക്ക് കാണാൻ സാധിക്കും. ഇതിന് താഴെയായി പാമിലകളും കാണാൻ സാധിക്കും. ഇത് മാതാവ് ലോകത്തിലെ തിന്മകളെയും പാപങ്ങളെയും മേൽ വരിച്ച വിജയത്തെയാണ് സൂചിപ്പിക്കുന്നത്. ഈ ചിത്രത്തിൽ കാണപ്പെടുന്ന മറ്റൊരു കാര്യം, ചന്ദ്രൻ എങ്ങനെയാണോ സൂര്യപ്രകാശമേറ്റ് തിളങ്ങുന്നത് എന്നതുപോലെ ഈശോയുടെ തേജസ് മാതാവിൽ നിന്നും പ്രതിഫലിക്കുന്നു എന്നതാണ്. പരിശുദ്ധ കന്യാമാതാവിന് ക്രിസ്ത്യൻ വിശ്വാസത്തിലുള്ള മഹത്തായ സ്ഥാനത്തെക്കുറിച്ച് ഈ ഒരു സംഭവവും ഈ ചിത്രവും പ്രതിപാദിക്കുന്നു. അതുകൊണ്ട് തന്നെ മാതാവിൻ്റെ സ്വർഗാരോഹണം സൂചിപ്പിക്കുന്ന ഈ ചിത്രത്തിന് നമ്മുടെ വിശ്വാസത്തിൽ വളരെ വലിയൊരു പങ്കുണ്ട്. പതിമൂന്ന് 15 നൂറ്റാണ്ടുകളിൽ ഇറ്റലിയിൽ ഏറെ പ്രചാരം നേടിയ മരിയൻ ആർട്സിലെ വളരെ പ്രശസ്തമായ വിഷയമാണ് പരിശുദ്ധ കന്യാമാതാവിൻ്റെ കിരീടധാരണം. ഡിയാഗോ വെലാസ്കസ് പോലെയുള്ള വിഖ്യാതരായ ചിത്രകാരന്മാർ ഈ വിഷയത്തെ ആസ്പദമാക്കിയിട്ടുള്ള പെയിന്റിങ്ങുകൾ വരച്ചിട്ടുണ്ട്. ഈ ചിത്രങ്ങൾ അറിയപ്പെടുന്നത് ദ കൊറോണേഷൻ ഓഫ് ദ വെർജിൻ എന്ന പേരിലാണ്. ഈ ചിത്രങ്ങളിലേക്ക് നോക്കുമ്പോൾ നമുക്ക് കാണാൻ സാധിക്കുന്നത് പരിശുദ്ധ കന്യാമാതാവിനെയും സ്വർഗസ്ഥനായ പിതാവിനെയും ഈശോയെയുമാണ്. ഈ ചിത്രത്തിൽ പരിശുദ്ധ കന്യാമാതാവ് വളരെ വിധേയത്വത്തോടെ താഴേക്ക് നോക്കി തൻ്റെ ഹൃദയത്തോട് ചേർത്ത് കൈകൾ വെച്ചിരിക്കുന്നതായി കാണാൻ സാധിക്കും. മാതാവിൻ്റെ ഇടതുവശത്തായി മുടി നീട്ടി വളർത്തിയ ഒരു യുവാവിനെ പോലെ തോന്നിക്കുന്ന ഈശോയെ കാണാൻ സാധിക്കും. വലതുവശത്തായി കുറച്ച് മുതിർന്ന ഒരു വ്യക്തിയെ പോലെ തോന്നിക്കുന്നത് സ്വർഗസ്ഥനായ പിതാവ് തന്നെയാണ്. സ്വർഗസ്ഥനായ പിതാവും ഈശോയും ചേർന്ന് മാതാവിനെ കിരീടമണിയിക്കുന്ന രംഗമാണ് ചിത്രത്തിൽ കാണാൻ സാധിക്കുന്നത്. ഈ വേളയിൽ പരിശുദ്ധാത്മാവിന്റെ സാന്നിധ്യം അറിയിച്ചുകൊണ്ട് ഒരു വെള്ളരിപ്രാവും പരിശുദ്ധ കന്യാമറിയത്തിന്റെ ശിരസിന് മുകളിലായി നമുക്ക് കാണാൻ സാധിക്കും.
ഈ ചിത്രത്തിൽ പരിശുദ്ധാത്മാവും പിതാവായ ദൈവവും പുത്രനും ഒക്കെ തന്നെ ഒരേ നിരയിലാണ് കാണപ്പെടുന്നത്. ഇത് പരിശുദ്ധ ത്രിത്വത്തെ സൂചിപ്പിക്കുന്നു. തികച്ചും സ്വർഗീയമായൊരു രംഗം, ഒരിക്കലും നമുക്ക് നേരിട്ട് കാണാൻ സാധിക്കാത്ത ഒരു രംഗം, അതിൻ്റെ എല്ലാവിധ വിശുദ്ധിയോടും കൂടെ നമ്മളിലേക്ക് എത്തിക്കാൻ ഇത്തരം ചിത്രങ്ങൾക്ക് സാധിക്കുന്നു. AD 6-ാം നൂറ്റാണ്ടു മുതൽ ഉണ്ണീശോയെ കൈയിലേന്തി നിൽക്കുന്ന പരിശുദ്ധ കന്യാമാതാവിൻ്റെ ചിത്രം ഒത്തിരിയേറെ ചിത്രകാരന്മാർ വരയ്ക്കുകയുണ്ടായി. എന്നാൽ 14-16 നൂറ്റാണ്ടുകളിലാണ് ഈ ചിത്രങ്ങളോടുള്ള ആരാധന വർദ്ധിച്ചു വന്നത്. ഈ കോൺസെപ്റ്റിൽ വിഖ്യാത ഇറ്റാലിയൻ ചിത്രകാരനായ റാഫേൽ 1505 വരച്ച ചിത്രമാണ് ദ മഡോണ ആൻഡ് ചൈൽഡ്. ഇറ്റാലിയൻ ഭാഷയിൽ അവർ ലേഡി എന്നർത്ഥം വരുന്ന മാതാവിനോടുള്ള ആദരസൂചകമായി ഉപയോഗിക്കുന്ന ഒരു പദമാണ് മഡോണ. വളരെ റിയലിസ്റ്റിക് ആയിട്ടുള്ള ഒരു രൂപമാണ് ഈ ചിത്രത്തിൽ ഈശോയ്ക്കും മാതാവിനും നൽകിയിരിക്കുന്നത്. തൻ്റെ പുത്രനോടുള്ള അതിയായ വാത്സല്യത്തിൽ ഈശോയെ മാറോട് ചേർത്തിരുന്ന് എന്തൊക്കെയോ ആലോചിച്ചിരിക്കുന്ന മാതാവിനെ നമുക്ക് ഈ ചിത്രത്തിൽ കാണാൻ സാധിക്കും. ഈ ചിത്രത്തിൽ ഈശോയ്ക്കും മാതാവിനുമാണ് കൂടുതൽ പ്രാധാന്യം നൽകുന്നത് എന്നതുകൊണ്ട് തന്നെ ചിത്രത്തിൻ്റെ ബാക്ക്ഗ്രൗണ്ടിന് ഇരുണ്ട നിറമാണ് നൽകിയിരിക്കുന്നത്. വിഖ്യാത ചിത്രകാരൻ ലിയോണാർഡോ ഡാവിഞ്ചിയിൽ നിന്ന് പ്രചോദനം ഉൾക്കൊണ്ടുകൊണ്ടാണ് റാഫേൽ ഈ ചിത്രം വരച്ചിരിക്കുന്നത്. അദ്ദേഹത്തിൻ്റെ മോണോലിസ എന്ന ചിത്രത്തിൻ്റെ സമാനമായിട്ടുള്ള രൂപമാണ് ഇവിടെ മാതാവിനും നൽകിയിരിക്കുന്നത്. ഇതുപോലെ തന്നെ ഈ ചിത്രത്തിൽ നിന്നും പ്രചോദനം ഉൾക്കൊണ്ടുകൊണ്ട് ഒത്തിരിയേറെ ചിത്രങ്ങൾ മഡോണ ആൻഡ് ചൈൽഡ് എന്ന പേരിൽ പിൽക്കാലത്ത് ഉണ്ടായിട്ടുണ്ട്. ഇതിൻ്റെ മോഡേൺ വെർഷനുകൾ നമ്മുടെയൊക്കെ വീടുകളിൽ തന്നെ നമുക്ക് കാണാൻ സാധിക്കും. ഈ ചിത്രത്തിലേക്ക് അല്പനേരം ഒന്ന് ഭക്തിയോടെ നോക്കി നിന്നു കഴിഞ്ഞാൽ ഇവിടെ പുത്രനായ ഈശോ അനുഭവിക്കുന്ന ആ സ്നേഹവും വാത്സല്യവും നമുക്കും അനുഭവിക്കാൻ സാധിക്കും. ക്രിസ്ത്യൻ വിശ്വാസത്തിൽ, പ്രത്യേകിച്ച് കത്തോലിക്ക വിശ്വാസത്തിൽ തിരുസ്വരൂപങ്ങൾക്ക് വളരെ വലിയ പ്രാധാന്യമുണ്ട്. നമ്മുടെ പ്രാർത്ഥനാ വേളകളെ ഭക്തിസാന്ദ്രമാക്കുന്നതിൽ ഈ ചിത്രങ്ങൾക്ക് വളരെ വലിയൊരു പങ്ക് തന്നെയുണ്ട്. മാതാവും ഉണ്ണീശോയും പരിശുദ്ധ പിതാവും പരിശുദ്ധാത്മാവും സ്ലീഹന്മാരും ദൂതന്മാരും ഒക്കെ അടങ്ങുന്ന ഈ ചിത്രങ്ങൾ സ്വർഗത്തിലേക്കുള്ള ജനാലകൾ എന്ന് തന്നെയാണ് അറിയപ്പെടുന്നത്.